ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇഡ്ഡലി നല്ല സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കുക്കിംഗ് പഠിച്ചു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളുടെ ഒരു സംശയമാണ് ഒട്ടിപ്പിടിക്കാതെ എങ്ങനെയൊക്കെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അല്ലേ. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ നമുക്ക് പച്ചരി വാങ്ങിയാലും മതി. ഞാൻ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. നമ്മൾ ഉഴുന്നും അരിയും എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പച്ചരി എത്രത്തോളം എടുക്കുന്നു അതിൻ്റെ പകുതി മാത്രം ഉഴുന്നെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, അതേപോലെ 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നല്ല രുചികരമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഉഴുന്നും അരിയും നമ്മൾ സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് എടുത്ത് വെക്കേണ്ടത്. അതേപോലെ തന്നെ അത് കഴുകി നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇതേ രീതിയിൽ സെപ്പറേറ്റ് കഴുകി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. ഈ സെപ്പറേറ്റ് വയ്ക്കാൻ പറഞ്ഞത് നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ അരിയും അതേപോലെ ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം അരിയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം നമ്മൾ കൂടി പോകരുത്, അക്കാര്യം ഒന്ന് ശ്രദ്ധ വയ്ക്കുക. ഇനി നമുക്ക് അരി അരച്ചത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഉഴുന്നാണ് അരയ്ക്കേണ്ടത്. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടാനായിട്ട് 2 കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 2 സ്പൂൺ ചോറ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറ്, അത് ഏത് തരമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 ഉലുവ. നിങ്ങളുടെ കയ്യിൽ ഉലുവയോ അല്ലെങ്കിൽ ചോറോ ഏതെങ്കിലും ഇല്ലെങ്കിൽ ഒന്നെടുത്താലും മതി. ചോറ് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, അപ്പോൾ ചോറെടുത്താലും മതി. നമ്മൾ അരി അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉഴുന്നരയ്ക്കുന്ന സമയത്ത് അതനുസരിച്ചൊന്ന് കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഉഴുന്നും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കുകയാണ് വേണ്ടത്. ഇത് മൂടി വെച്ച് വെക്കുക. നമുക്ക് നാളെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇഡ്ഡലി പാത്രം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുക. ഇത് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. പലരുടെയും ഒരു പരാതിയാണ് ഇഡ്ഡലി പൊടിഞ്ഞു പോകുന്നു എന്നുള്ളത്. പൊടിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം. ഇഡ്ഡലി തട്ട് നല്ലതുപോലെ തന്നെ എണ്ണ പുരട്ടി ഒന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് എടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നല്ല തീയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇഡ്ഡലി വെന്തോന്നറിയാനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു 6 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു ഈർക്കിലോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല, അല്പം കൂടി വേകണം. ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് അതിലൊന്നും ഒട്ടും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളത് മൂടി വയ്ക്കുക തന്നെ വേണം. തണുത്ത ശേഷം വേണം നമ്മളിത് അടർത്തിയെടുക്കാനായിട്ട്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്, എന്നാൽ തന്നെയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് തണുത്ത ശേഷം എടുക്കുക. ക്ഷമയുള്ളവരങ്ങനെ ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മലയാളികളുടെ പ്രാതൽ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇഡ്ഡലി അല്ലേ. ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കാനായിട്ട് ഉഴുന്നേർന്ന ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഉഴുന്ന് കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മാവ് പൊന്തിക്കിട്ടാനായിട്ട് ചില ആൾക്കാർ സോഡാകാരം ചേർക്കാറുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല. കാര്യം ഡെയിലി നമ്മളത് കഴിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ സോഡാകാരം ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കുക. പക്ഷേ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊന്നും സോഡാകാരം ചേർത്ത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.